വെൽക്കം ടു ഗേളി വിത്ത് മേഘ. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വാസിദ് വെറ്റ്ലാൻഡ് സെൻ്റർ ആണ്. ഷാർജയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ളൂ. ടിക്കറ്റ് ഫെയർ ആണെങ്കിൽ വളരെ മിതവുമാണ്. അഡൾട്ട്സിന് 15 ദിർഹംസും കുട്ടികൾക്ക് 10 ദിർഹംസും, അഥവാ കുട്ടികൾ 6 ഇയേഴ്സിന് താഴെയാണെങ്കിൽ എൻട്രൻസ് ഫ്രീയുമാണ്. ബേർഡ്സിനെ കാണുന്നതിനോടൊപ്പം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡഡ് ടൂർസും ഇതിൻ്റെ ഒരു വലിയ അട്രാക്ഷൻ തന്നെയാണ്. അധികമായും ശ്രദ്ധിക്കപ്പെടാത്ത ഒരിടമാണിത്. ഗ്ലാസ് ഇട്ട പാനലിലൂടെ എല്ലാ പക്ഷികളെയും വിശദമായി കാണുവാൻ സാധിക്കും. കുട്ടികൾക്കാവും ഇത് ഒത്തിരി ഇഷ്ടപ്പെടുക. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 350-ലേറെ പക്ഷികളെയും മൃഗങ്ങളെയും ജലാശയങ്ങളെയും ഇവിടെ കാണാൻ സാധിക്കും. പക്ഷികളെ നേരിട്ട് കാണുന്നതിനോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് അതിൻ്റെ സ്പീഷീസ്, അതിൻ്റെ ഹാബിറ്റാറ്റ്, പിന്നെ അതിൻ്റെ ഫുഡ്, ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പോർട്രേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫോട്ടോ സെഷന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഗ്ലാസിൽ കൂടെ നോക്കിയാൽ ഫ്ലമിംഗോസിനെയും ഗ്രാൻഡ് ഹെറോൾസിനെയും വളരെ അടുത്തായിട്ട് തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. ലൈഫിൽ ആദ്യമായിട്ടാണ് ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നത് ഇത്ര അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ റെസ്റ്റിംഗ് ഏരിയയും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേർഡ് സാങ്ച്വറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡഡ് ടൂർസ് കാണാൻ പോവുകയാണ്. 6 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വാനിലായിരുന്നു ഞങ്ങൾ പോയത്. ഈ ജേണി വളരെ മനോഹരമായിരുന്നു. ചുറ്റും മരങ്ങളും ജലാശയങ്ങളും പിന്നെ വ്യൂ പോയിൻറ്റ്സും, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നിറഞ്ഞ ഒരു വളരെ അതിമനോഹരമായ ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. കുറച്ച് സ്ഥലങ്ങൾ താണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഈ സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ബേസിക്കായിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് വളരെ നല്ലൊരു ഇടമാണ്. ഇതൊരു ഗ്രാസ് ലാൻഡാണ്. പഞ്ഞി പൊതിച്ച് കിടക്കുന്നത് പോലെ ഇല്ലേ? ഇത് കണ്ടോ, ഇതാണ് UAE നാഷണൽ ആനിമലാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വാസിദ് വെറ്റ്ലാൻഡ് സെൻ്റർ? ഇഷ്ടമായില്ലേ? എങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.